നമസ്കാരം, എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ്. ഞാൻ എസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം മോട്ടിവേഷണൽ ധാരാളം വീഡിയോസ് നിങ്ങൾ കാണാറുണ്ട്. പല മോട്ടിവേഷണൽ സ്പീക്കേഴ്സും ഈ അടുത്ത കാലത്ത് പല പ്രശ്നങ്ങളിലും പല കേസുകളിലൊക്കെ പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ മോട്ടിവേഷണൽ വീഡിയോ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരിക്കലും ഗുണമല്ല എന്നുള്ള വസ്തുത നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. കാരണം നമ്മൾക്ക് വേണ്ടുന്നതായിട്ടുള്ള എബിലിറ്റിയും അതുപോലെ തന്നെ സ്കില്ലും ഹാർഡ് വർക്കും ചെയ്യാതെ നമ്മൾ മോട്ടിവേഷണൽ വീഡിയോ കണ്ടതുകൊണ്ട് നമ്മുടെ ലൈഫ് മെച്ചപ്പെടുമെന്ന് പലരും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻ കൂട്ടത്തേ ഉള്ളൂ എന്നുള്ള വസ്തുത എപ്പോഴും ഓർത്തിരിക്കുക. മോട്ടിവേഷൻ എപ്പോഴും നമ്മളൊരു പുതിയ കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൈമറി ഫോഴ്സായിട്ട് നിങ്ങൾ ആരും കാണരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എബിലിറ്റി ഉണ്ട്, റിസോഴ്സസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു വില്ലിങ്നെസ് ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ആഡ് ഓൺ ആയിട്ട്, സപ്പോർട്ടീവായിട്ട്, പെരിഫറലായിട്ട് നമ്മളൊരു മോട്ടിവേഷൻസിനെ സ്വീകരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതല്ലാതെ മോട്ടിവേഷണൽ വീഡിയോ കണ്ട് നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാക്കി ഒരു കാര്യം ചെയ്യാം, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണലായിട്ടുള്ളൊരു പാത്ത് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഒരു കരിയർ നമുക്ക് പെർസ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ സബ്സിക്വൻ്റ്ലി നിങ്ങളുടെ ഒരു ഫ്രസ്ട്രേഷനും ഡിസ്ട്രെസ്സും കൂടാനാണ് സാധ്യത എന്നുള്ള വസ്തുത എപ്പോഴും ഓർത്തിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു ലൈഫിൻ്റെ ഔട്ട്കം, റിസൾട്ട് കൂടുതലും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് മോട്ടിവേഷൻസിനേക്കാൾ ഉപരി നമ്മുടെ എബിലിറ്റിയും റിസോഴ്സസും ഓപ്പർച്യൂണിറ്റിയും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു വില്ലിങ്നെസ്സും ആണെന്നുള്ള വസ്തുത ഓർത്തിരിക്കുക. ലക്കിനും അതിൻ്റേതായിട്ടുള്ള ഒരു പ്ലേ റോൾ ചെയ്യാനുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പല ആൾക്കാരും പല മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെയും ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ തന്നെ റോൾ മോഡലാക്കി വെക്കുന്നത് പിന്നീട് അവരെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുമ്പോൾ അവരുടെ ലൈഫ് വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നതായിട്ട് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ഓർത്തിരിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മളൊരാളെ റോൾ മോഡലാക്കുമ്പോൾ നമുക്ക് നേരിട്ട് അറിയാവുന്നതും ലോങ് ടേം ആയിട്ട് അറിയാവുന്നതുമായിട്ടുള്ള ഒരാളെ സെലക്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അല്ല നമ്മളൊരാളെ സ്ക്രീനിൽ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടോ വായിച്ചത് കൊണ്ടോ ആളെ നമ്മൾ റോൾ മോഡൽ ആക്കാതിരിക്കുന്നതാണ് നല്ലത്. നേരിട്ട് അറിയാവുന്ന ഒരാളിനെ ആണ് എപ്പോഴും നമ്മളൊരു റോൾ മോഡൽ ആക്കുന്നത്, നമ്മളെ ലോങ് ടൈം ഹെൽപ്പ് ചെയ്യുക എന്നുള്ള വസ്തുത ഓർത്തിരിക്കുക. പല ആൾക്കാരും അവരുടെ ജീവിതത്തിൽ പറയുന്ന കാര്യങ്ങളും പ്രവർത്തിക്കുന്ന കാര്യങ്ങളും തമ്മിൽ ബന്ധം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് പിന്നീട് നമ്മളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ചില ആൾക്കാർ വളരെ നല്ല കാര്യങ്ങളായിരിക്കാം പറയുന്നത്, നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള, യൂസ്ഫുൾ ആയിട്ടുള്ള, വൈസ് ആയിട്ടുള്ള, വിസ്ഡമായിരിക്കും അവർ പറയുന്നത്. പക്ഷെ ചിലപ്പോൾ അവരത് അവരുടെ ലൈഫിൽ ചെയ്യുന്നുണ്ടാവില്ല, നമുക്കത് ബെനിഫിഷ്യൽ ആയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവരെ നമ്മളൊരു റോൾ മോഡൽ ആക്കുമ്പോൾ നമ്മൾ പിന്നീട് ഒരു ഡിസ്ട്രെസ്സിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാം അതിൻ്റേതായിട്ടുള്ള പ്ലേസിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ യൂസ്ഫുൾ ആണെന്ന് അറിഞ്ഞ് അങ്ങനെ പ്രയോജനപ്പെടുത്തുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. താങ്ക് യു സോ മച്ച്.